നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ മേയർ വി രാജേഷ് മേയർ കെയർ എന്നുള്ളൊരു പദ്ധതി വിഭാവനം ചെയ്തിരുന്നു. അതായത് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പദ്ധതി മേയർ വിഭാവനം ചെയ്തത്. നഗരസഭയുടെ തനത് ഫണ്ട് വിനിയോഗിക്കാതെയാണ് ഇത്തരത്തിലൊരു പദ്ധതി മേയർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നാലെ നഗരസഭയിലെ കൗൺസിലർമാരും ഇപ്പോൾ ഒരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുകയാണ്. അതായത് കൗൺസിലർ കെയർ എന്നാണ് ഇതിൻ്റെ പേര്. മേയറുടേത് മേയർ കെയർ ആണ് എങ്കിൽ ഇതിൻ്റെ പേര് കൗൺസിലർ കെയർ എന്നാണ്. എന്തായാലും ഇതിൻ്റെ ആദ്യ പ്രവർത്തനം കടകംപള്ളി വാർഡിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകുന്നത് ഈ വാർഡിലെ വാർഡ് കൗൺസിലറായ ജയ രാജീവ് തന്നെയാണ്. നിലവിലിപ്പോൾ ഒരു നിർധനനായ കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ ഈ ഒരു പദ്ധതിയിലൂടെ തയ്യാറായിരിക്കുകയാണ് ഇവിടുത്തെ വാർഡ് കൗൺസിലറും സന്നദ്ധ സംഘടനകളും. സാബിൻ ഹോസ്പിറ്റലാണ് ഇതിൻ്റെ ഈ ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിലവിലിപ്പോൾ നേതൃത്വം നൽകുന്നത്. ഫണ്ടടക്കമുള്ളവർ കണ്ടെത്തിയിരിക്കുന്നത് അവരാണ്. എന്തായാലും ആ വീടിൻ്റെ ആ ഒരു സ്വപ്നക്കൂടിൻ്റെ നിർമ്മാണം ഇന്ന് ആരംഭിക്കുകയാണ്. ജയചേച്ചി എന്ന് പറയുമ്പോൾ ഞാൻ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ ഒരു സൂപ്പർ വുമൺ തന്നെയാണ് ജയചേച്ചി. സ്വപ്നക്കൂട് എന്ന് പറഞ്ഞ് ഒരു ഭവന പദ്ധതി നമ്മൾ ഇന്ന് ഒരു വീടിന് തറക്കല്ലിട്ടു. ഇതൊരു തുടക്കമാണ്. ഈ കഴിഞ്ഞ ജൂലൈ മാസം 9-ാം തീയതി നമ്മുടെ ഇവിടുത്തെ എല്ലാവരുടെയും കണ്ണുലുണ്ണിയായ കൗൺസിലർ ശ്രീമതി ജയ രാജീവ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരികയും എനിക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടാവുകയും ചെയ്തു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ജയരാജീവിനെ കാണുന്നത്. കുറച്ച് സമയം സംസാരിച്ചുള്ളിൽ തന്നെ നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയും ജയ ഇങ്ങനെ വീടില്ലാത്തൊരു ആളെപ്പറ്റി എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അന്ന് തന്നെ ഞാൻ ഇവിടെ വന്ന് ഓമനക്കുട്ടൻ്റെ വീട് സന്ദർശിക്കുകയും അത് കണ്ടപ്പോൾ സഹതാപം തോന്നി. ഒരു തകരം, വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു തകരം വെച്ചുള്ള ഷെഡ് അത് കണ്ട് ഞാൻ ജയടുത്ത് പറഞ്ഞു, ഈ വീടിൻ്റെ ചിലവ് കംപ്ലീറ്റ് ഞാൻ ഏറ്റെടുത്തോളാം. അതുമാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ ഓർമ്മ ദിവസമായ ജൂലൈ 13-നാണ്. അനുബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഉടനെ നമുക്ക് തുടങ്ങാമെന്ന് പറയുകയും ഉടനെ തന്നെ അത്ര ഫാസ്റ്റായിട്ട് ആ കാര്യങ്ങളൊക്കെ റെഡിയാക്കി പിറ്റേന്ന് തന്നെ പഴയ വീട് ഡിമോളിഷ് ചെയ്തു. എത്രയും പെട്ടെന്ന് നമുക്ക് കല്ലിടാനൊരു ദിവസം തീരുമാനിച്ച് ഇന്ന് ആ ഒരു കർമ്മം കഴിയുകയും ചെയ്തു. ഈ കാര്യത്തിൽ ഞാൻ ജയയെ പ്രത്യേകം അനുമോദിക്കുന്നു, കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. കാരണം പരിചയപ്പെട്ട് ഉടനെ തന്നെ നാട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു കാര്യം അവതരിപ്പിക്കുകയും അത്ര എഫക്റ്റീവായിട്ട് പറയുകയും എന്നെ കൊണ്ട് കാണിക്കുകയും വിഷ്വലൈസ് ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് എനിക്ക് ആ തീരുമാനം എടുക്കാൻ പറ്റിയത്. അപ്പോൾ അതിന് പ്രത്യേകം ജയയും ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജയയുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ച നമ്മുടെ MLA മുരളീധരൻ സാറ്, അതുപോലെ പണ്ട് നാട്ടുകാരും ഇതിനെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഇത് പൂർത്തിയാക്കി താക്കോൽ ദാന കർമ്മം നടത്താനാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹവും തീരുമാനവും. അത് നടക്കട്ടെ എന്ന് ഞാൻ സർവേഷനോട് പ്രാർത്ഥിക്കുന്നു. ഏതായാലും നമുക്ക് ഇത്ര നല്ലൊരു കൗൺസിലർ ഇവിടെ കിട്ടിയതിൽ നമുക്കെല്ലാം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന വാർഡുമാണ്. എന്തായാലും എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. തലസ്ഥാന നഗരസഭയിൽ BJP അധികാരത്തിലേറിയതിന് ശേഷം മേയർ കെയർ എന്നൊരു പദ്ധതി മേയർ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ കൗൺസിൽ കെയർ, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി ആയതിനു ശേഷം വാർഡിൽ ഇറങ്ങുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തി. അതനുസരിച്ച് ഒരു കൗൺസിലർ കെയർ രൂപീകരിക്കാമെന്ന് ഞങ്ങളുടെ ഒരു തീരുമാനം അനുസരിച്ചാണ് കഴിഞ്ഞ 2026 ജനുവരിയിൽ കൗൺസിലർ കെയർ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ചാരിറ്റി പോലെ ഒരു പ്രവർത്തനം തുടങ്ങിയത്. കഴിഞ്ഞ 7 മാസമായിട്ട് വാർഡിലെ നിരവധിയായിട്ടുള്ള ഡയാലിസിസ്, ക്യാൻസർ, കിടപ്പ് രോഗികൾ, അങ്ങനെയുള്ള നിരവധി പേർക്ക് ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകി തുടങ്ങിയത്. ഇന്നിപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ ഇന്ന് നല്ല രീതിയിൽ ഒരു 2ാം ഘട്ട പ്രവർത്തനം എന്നുള്ള രീതിയിൽ സ്വപ്നക്കൂട് എന്ന് പറഞ്ഞ് ഒരു ഭവന പദ്ധതി നമ്മൾ ഇന്ന് ഒരു വീടിന് തറക്കല്ലിട്ടു. ഇതൊരു തുടക്കമാണ്. പക്ഷേ ഇനിയും അടുത്ത മാസം ഒരു വീട് തുടങ്ങാനുള്ള പ്ലാനുണ്ട്.
എന്തായാലും വരുന്ന ദിവസങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളെ കടകംപള്ളി വാർഡിനെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ കാണുന്ന ഒരു ഭംഗിയൊന്നുമില്ല. ഉള്ളിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് ഒരു ടോയ്ലറ്റ്, നമ്മുടെ ബാത്റൂം എന്നൊക്കെ പറയുന്നത് സാരിയും ടാർപ്പാളവും മറിച്ച് കുത്തിമറിച്ച ബാത്റൂമുണ്ട്. വീടുകൾ അങ്ങനെയുണ്ട്. എല്ലാത്തിനും രാഷ്ട്രീയം മാത്രം കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ബാങ്കായിട്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ട് യാതൊരുവിധ വികസനവും കടകംപള്ളി വാർഡിൽ പല ഭാഗങ്ങളിലും, പല ഭാഗങ്ങളിലും ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ പട്ടയം പോലും രാഷ്ട്രീയം നോക്കി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നിരവധിയായിട്ട് പട്ടയം കിട്ടാനുള്ള വീടുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ലിസ്റ്റുകളെല്ലാം എടുത്തുകൊണ്ട് നമുക്കൊരു MLA ഉണ്ട്, ഇപ്പോൾ ഒരു മേയറുണ്ട്, നല്ലൊരു ഭരണസമിതി നഗരസഭയിലുണ്ട്. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ കുറേ കൂടെ കാര്യങ്ങൾ ചെയ്ത് കടകംപള്ളിയിൽ നല്ലൊരു വികസനം പറഞ്ഞ 5 വർഷത്തിനകത്ത് കൊണ്ടുവരാൻ പറ്റും എന്നൊരു പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാൻ. ഈ പദ്ധതിക്ക് മേയറുടെ പൂർണ്ണ പിന്തുണയുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ ഈ വിഷയം വരുന്ന സമയത്ത് ഞാൻ മേയറിനെ പോയി കണ്ടു. രാജേഷിനോട് കാര്യം പറഞ്ഞു. രാജേഷിനോട് ഒരുപാട് സന്തോഷം പറഞ്ഞു. ഞാൻ അതുപോലെ മുരളിയേട്ടനെ പോയി കണ്ടു. മുരളിയേട്ടനൊക്കെ എല്ലാവരും പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടാണ്. അതുകൊണ്ട് ഡെപ്യൂട്ടി മേയറോട് സംസാരിച്ചു. അപ്പോൾ സബൈൻ സാറ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മുടെ സബൈൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് 1 വർഷം മാത്രമാണ് നമുക്കിവിടെ ആയിട്ടുള്ളത്. പക്ഷേ ആ 1 വർഷം കൊണ്ട് ഒരു വീടിന് ഒരു സഹായം ചെയ്യുമെന്ന് പറയുന്നത് സബൈൻ സാറിൻ്റെ ഒരു വലിയൊരു മനസ്സ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണ തന്നെയാണ് നമുക്കുള്ളത്. നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഈ വാർഡിനകത്തുണ്ട്. വരും ദിവസങ്ങളിൽ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെ ലക്ഷ്യം. അത് 100% വിജയിക്കും എന്നൊരു ശുഭപ്രതീക്ഷയിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ആദ്യം മേയർ കെയർ ആയിരുന്നു. ഈ കൗൺസിലർ കെയർ എന്നുള്ളൊരു പദ്ധതി മുന്നോട്ട് വെക്കുമ്പോൾ മേയർ എന്താണ് പറഞ്ഞത്? അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് മേയർ എന്ന് പറയുമ്പോൾ മേയർ 101 വാർഡുകളെയും അവിടെ രാഷ്ട്രീയമില്ലാതെ 101 കൗൺസിലർമാരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മേയർ കെയർ രൂപീകരിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു വാർഡ് എന്നുള്ള രീതിയിൽ എനിക്കും ഒരു വികസനം നടപ്പിലാക്കണം എന്നൊരു ആഗ്രഹത്തോടെയാണ് ഞാൻ കൗൺസിലർ കെയർ. അത് രാജേഷോട് പറഞ്ഞപ്പോൾ രാജേഷേട്ടന് ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ ഞാൻ മുരളിയേട്ടനായാലും എല്ലാവരും പൂർണ്ണ സപ്പോർട്ടാണ്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് വികസനമാണ്. വികസനത്തിന് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ യാതൊരുവിധ രാഷ്ട്രീയവും നോക്കുന്നില്ല. ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമൊന്നുമില്ല. ആരാണോ അർഹതപ്പെട്ടത് അവർക്ക് ആ അർഹതപ്പെട്ട ആനുകൂല്യം എത്തിച്ചു കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെ ഈ പുതിയ ഭരണസമിതി ആയാലും ഞങ്ങളുടെ MLA ആയാലും ആഗ്രഹിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു മഹനീയ മുഹൂർത്തത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ. പ്രത്യേകിച്ച് ജയചേച്ചിയുടെ ജയചേച്ചി ഇനിഷ്യേറ്റീവ് എടുത്ത ഒരു കാര്യത്തിൽ, ജയചേച്ചി എന്ന് പറയുമ്പോൾ ഞാൻ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ ഒരു സൂപ്പർ വുമൺ തന്നെയാണ് ജയചേച്ചി. ഒരുപാട് കാര്യങ്ങൾ, കാരണം ഓടി നടന്ന് ചെയ്യുന്നതിന് യാതൊരുവിധ മടിയുമില്ല. എന്ത് കാര്യങ്ങൾ ചെന്ന് പറഞ്ഞാലും അത് ജനങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ജനപ്രതിനിധിയാണ്. നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ അഭിമാനമാണ് ജയചേച്ചി എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ജയചേച്ചിയുടെ വാർഡിൽ, കാരണം നേരത്തെ സാറ് സൂചിപ്പിച്ചു, സമത് ഹോസ്പിറ്റലിൻ്റെ MD സൂചിപ്പിച്ചു, പിന്നെ ജയചേച്ചി അങ്ങോട്ട് ചെന്നാണ് പറഞ്ഞത്. കാരണം ഇങ്ങനൊരു പാവപ്പെട്ട ഒരാളുണ്ട് എന്ന്. ചേട്ടൻ്റെ പേര് വന്നിട്ട് ഓമനക്കുട്ടൻ. അപ്പോൾ ചേട്ടൻ ഇങ്ങനൊരു ആവശ്യമുണ്ടെന്ന് ജയചേച്ചി അങ്ങോട്ട് ചെന്ന് പറഞ്ഞതാണ്. സ്വന്തമായിട്ട് നമുക്ക് വീടെന്ന് പറയുമ്പോൾ നമുക്കറിയാം, അടച്ചുറപ്പുള്ള വീട്, വെയിലും മഴയും കൊള്ളാതെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒരു വീട് വേണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പ്രത്യേകിച്ച് ജയചേച്ചിയിലൂടെ സാധിച്ചതിന് അതൊരുപാട് സന്തോഷം തോന്നുന്നു. അപ്പോൾ നമുക്കൊക്കെ ഒരു വിഷമം എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. നമുക്ക് തിരുവനന്തപുരം നഗരസഭയിൽ മുമ്പ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ സർക്കാർ ഒരു ലോഗോയുടെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കാത്തത് കാരണം പല പാവപ്പെട്ട ആളുകൾ നിരവധി തവണ ഇപ്പോൾ നഗരസഭയിലും ഒക്കെ തന്നെ കയറി ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്കത് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ പുതിയ സർക്കാർ വരുമ്പോൾ അവരെങ്കിലും ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും അവർ ചെയ്താൽ നമുക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം നമുക്ക് നിരവധിയായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഇതുപോലെ വീട് വെച്ച് കൊടുക്കാൻ സാധിക്കും. അത് ഈ പുതിയ സർക്കാരെങ്കിലും ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സബൈൻ ഹോസ്പിറ്റൽ, ഏതായാലും സാറിനെയൊക്കെ ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കൂടെ നിന്ന് അവർക്ക് ഒരു ആവശ്യമെന്ന് പറയുമ്പോൾ ഒന്നും നോക്കാതെ അവർക്ക് വേണ്ടി സഹായിക്കാൻ ഇറങ്ങിയതിലും ഒരുപാട് സന്തോഷം. അപ്പോൾ അതുവരെ നമുക്ക് ഇങ്ങനത്തെ CSR ഫണ്ടൊക്കെ തന്നെ ഉപയോഗിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിഷ്യേറ്റീവ് എടുത്ത ജയചേച്ചിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാലും വീണ്ടും ഇനി കാരണം ഒരു കൗൺസിലർ കെയർ പദ്ധതി പ്രകാരം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ജയചേച്ചിയുടെ ലിസ്റ്റിലുണ്ട്. ഇപ്പോൾ വീടെന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്, അതല്ലാതെ ഇനിയും ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. എന്തായാലും ഈ ഒരു പരിപാടിയിൽ MLA V മുരളീധരൻ, അതുകൂടാതെ ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, കൗൺസിലർ, ഈ സബൈൻ ഹോസ്പിറ്റലിൻ്റെ ഭാരവാഹികൾ എല്ലാവരും തന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. വാർഡ് കൗൺസിലർ നമ്മളോട് വ്യക്തമാക്കുന്നത് ഈ മേയർ കെയർ പദ്ധതി എങ്ങനെ മുന്നോട്ട് പോകുന്നു, അതുപോലെ തന്നെ ഈ കൗൺസിലർ കെയർ പദ്ധതി വലിയ രീതിയിൽ വാർഡിൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.